എർത്തുകേക്ക് ഉള്ളപ്പോൾ സാന്റോറിനി ഞങ്ങൾ പോയിട്ട് 7 days എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ പോയത് ഫിറ എന്ന് പറഞ്ഞ ലൊക്കേഷനിലേക്കാണ്. ബ്യൂട്ടിഫുൾ റിസോർട്ടാണ്. ഈ പുറകെ കാണുന്ന റിസോർട്ടിലാണ് താമസിക്കുന്നത് ഞങ്ങൾ. പിന്നെ ഈ കാണുന്നത് ഫിറ കൽഡേര വ്യൂ ആണ്. അപ്പോൾ രാവിലെ റിസോർട്ടിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ രണ്ടാമത്തെ ദിവസം പോകുന്നത് 3 bells ഓഫ് ഫിറ എന്ന് പറഞ്ഞ ഫിറയിൽ തന്നെ കുറച്ച് കാര്യങ്ങളും അട്രാക്ഷൻസും ഇവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണ് എന്ന് കാണാനാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ച് ഡോങ്കീസിനെ കണ്ടില്ലേ? അങ്ങനെ ഡോങ്കീസൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ പോലും ഈ കാണുന്ന കൊച്ചു സ്ട്രീറ്റുകളൊക്കെ എന്ത് നല്ല വൃത്തിയും ക്ലീനായിട്ടാണ് ഇവർ കൊണ്ടു നടക്കുന്നതെന്ന് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നും. അപ്പോൾ അതിമനോഹരമായ വൈറ്റ് പെയിന്റിങ്ങും ബ്ലൂ പെയിന്റിങ്ങും അടിച്ചിട്ടുള്ള ഫുൾ ബിൽഡിങ്സ് ആണ് സാന്റോറിനിനെ ഫേമസ് ആക്കിയ ഒരു കാര്യം. ഇവിടുത്തെ ഏറ്റവും മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. അതാണ് ഈ കാണുന്ന ബ്ലൂ ഡോം ചർച്ചും. ഇതിന്റെ ഈ ഒരു സീസൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മുഴുവൻ ടൂറിസ്റ്റുകളാണെന്നാണ് ഞാൻ കേട്ടത്. ഇനി കുറച്ച് അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ആയിട്ടുള്ള ഹൈക്കിംഗ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ആ കാണുന്ന സ്കാരോസിന്റെ മുകളിൽ വേണമെങ്കിൽ വലിഞ്ഞേറാം. ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന റിസോർട്ടിൻ്റെ മുന്നിലുള്ള ഈ ഒരു ഫ്രണ്ടിലെ കൽഡേര വ്യൂ നോക്കുമ്പോൾ ആ ദൂരെ കാണുന്ന വെള്ളപ്പൊട്ടുകളില്ലേ, അതാണ് ഇവിടുത്തെ ഫേമസ് സൺസെറ്റ് സ്പോട്ടായിട്ടുള്ള ഇയ. സാന്റോറിനിലും ഇയയിലും ഒരുപാട് പള്ളികൾ ഇതുപോലത്തെ ഉണ്ടെങ്കിൽ പോലും ഈ പുറകെ കാണുന്ന 3 പള്ളികളുടെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കുക എന്നുള്ളൊരു കോമ്പറ്റീഷൻ സ്പിരിറ്റോടെ നിൽക്കുകയാണ് ഈ കാണുന്ന ടൂറിസ്റ്റുകളെല്ലാവരും. അപ്പോൾ ഓഫ് സീസണിൽ ഇത്രയും തിരക്കാണെന്നുണ്ടെങ്കിൽ ശരിക്കുള്ള സമ്മർ സീസണിലെ തിരക്ക് എനിക്ക് ആലോചിക്കാൻ പോലും പറ്റത്തില്ല. പിന്നെ ഈ താഴെ കാണുന്നതാണ് അമൂദി ബേ. ഇവിടെ നമുക്ക് പോയി സീ ഫുഡ് കഴിക്കാം, സൺസെറ്റ് ക്രൂയിസ് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. പിന്നെ ആ കാണുന്ന തിരാസിയ എന്ന് പറഞ്ഞ ഐലൻഡിൽ നമുക്ക് 1 day ട്രിപ്പൊക്കെ ആയിട്ട് പോകാൻ പറ്റും. അപ്പം ഇതൊക്കെയാണ് ഞങ്ങൾ ഫിറായിലും ഇയയിലും കണ്ട ആദ്യത്തെ ദിവസങ്ങളിലെ കാഴ്ചകൾ. ഇനി അടുത്ത ദിവസങ്ങളിൽ ഞങ്ങൾ കണ്ട കാഴ്ചകളെല്ലാം അടുത്ത വീഡിയോസായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം.